നമ്മുടെ കുട്ടിക്കാലത്തെല്ലാം തന്നെ നമ്മൾ നിരവധി സൈസിലുള്ള സൈക്കിളുകളൊക്കെ ചവിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ഹെർക്കുലീസ്, ഫോട്ടോണിക്സ് എന്ന ബ്രാൻഡുകളായിരിക്കും കൂടുതലായും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഓരോ വർഷം കഴിയുന്നതോറും പുതിയ പുതിയ സൈക്കിളുകൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുറച്ച് സൈക്കിൾ കണ്ടുപിടുത്തങ്ങളാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്പർ 1, ഡിബ്ലാസി ബൈസൈക്കിൾ. ഇതൊരു റോബോട്ടിക് ബൈസൈക്കിളാണ്. ഈ സൈക്കിളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ നമുക്കൊരു സ്യൂട്ട് കേസ് എങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു ആ രീതിയിൽ തന്നെ ഈ സൈക്കിൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഈസിയായി തന്നെ കൈ പിടിച്ചുകൊണ്ട് കുറച്ച് ദൂരം നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിലോ ചെറിയ ചെറിയ ഡിസ്റ്റൻസിലൊക്കെ ഈസിയായി ഈ സൈക്കിൾ ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. സൈക്കിളിൻ്റെ സൈഡിലെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതൊരു ട്രയാങ്കിൾ രീതിയിൽ നമുക്ക് മടക്കി വെക്കാൻ പറ്റും നമ്മുടെ യൂസ് കഴിഞ്ഞാൽ. അതും ഈസിയായി തന്നെ നമ്മളെ കാറിലോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഒക്കെ പുറകെ വെച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കാർബൺ സ്റ്റീൽ ഫ്രെയിംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 20 ഇഞ്ചസിന്റെ വീൽസും അതിനോടൊപ്പം 5 സ്പീഡുള്ള ഗ്രിപ്പ് ഗിയർ ഫംഗ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നമ്പർ 2, ജിയോ ഓർബിറ്റൽ വീൽ. നമ്മുടെ കയ്യിലുള്ള ഏതൊരു നോർമൽ ബൈസൈക്കിളിനെ ഈസിയായി തന്നെ വെറും 60 സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് ബൈക്കാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അത് എങ്ങനെയാണെന്നല്ലേ, ഇതൊരു ഇലക്ട്രിക് വീലാണ്. ഈസിയായി തന്നെ ഈ വീൽ എടുത്ത് നമ്മുടെ നോർമൽ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ സൈക്കിളിലും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇതിന്റെ ടയർ മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആണിയൊക്കെ അടിച്ച് കയറ്റിയാൽ തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. 500 വാട്ട്സിന്റെ ബ്രഷ്ലെസ് മോട്ടോഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 6 സെക്കൻഡ് കൊണ്ട് 20 മൈൽസ് പെർ അവർ ഫാസ്റ്റിൽ നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. 3 hours ആണ് ഇതിന്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത്. ഒറ്റ തവണ സിംഗിൾ ചാർജിങ്ങിലൂടെ 50 കിലോമീറ്റർ നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന്റെ ബാറ്ററിയുടെ അവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ ഒരു പവർ ബാങ്ക് പോലെ ഈസിയായി ചാർജ് ചെയ്യുകയും ചെയ്യാം. കൂടാതെ ഇതിന്റെ ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഒരു മാസീവ് ആയിട്ടുള്ള പവർ ബാങ്കോ അല്ലെങ്കിൽ ബാറ്ററി ആയിട്ടോ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ചെറിയ സൈക്കിളിൽ ഫിറ്റ് ചെയ്യാനും വലുതിൽ ഫിറ്റ് ചെയ്യാനുമായിട്ട് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസിലും ഈ ടയേഴ്സ് അവൈലബിൾ ആണ്. പാനസോണിക്കിന്റെ പവർഫുൾ ആയിട്ടുള്ള 2 അടിപൊളി ബാറ്ററീസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു നെക്സ്റ്റ് ലെവൽ ഗാഡ്ജറ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്പർ 3, ഓഡി ഇ ബൈക്ക്. ഓഡിയുടെ ലക്ഷറി ആയിട്ടുള്ള പല കാറുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഔഡിയുടെ ഒരു അടിപൊളി സ്മാർട്ട് ആയിട്ടുള്ള ബൈസൈക്കിളാണിത്. ഇതൊരു നോർമൽ സൈക്കിൾ പോലെയും ഒരു ഇലക്ട്രിക് സൈക്കിൾ പോലെയും ഒരു ഗിയർ സൈക്കിളായും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് ബൈസൈക്കിളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാർബൺ ഫൈബർ എന്ന മെറ്റീരിയൽ വെച്ചാണ്. 21 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഈ ബൈസൈക്കിളിന്റെ ഹാൻഡിൽ ബാറിൽ നോക്കിയാൽ അവിടെ കുറേയധികം LED ലൈറ്റുകളും പിന്നെ നമുക്ക് ഈ സൈക്കിളിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിന്റെ സീറ്റ് ഹൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കൂടാതെ ഈ ബൈസൈക്കിളിൽ നമ്മൾ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും വീലീസോ ബാക്ക് വീലിങ്ങോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള മോഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈസിയായി തന്നെ ഇതിൽ പെർഫോമിംഗ് ഒക്കെ ചെയ്യാനും പറ്റും. മറ്റ് സൈക്കിളുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി കാണാനൊരു അടിപൊളി ഡിസൈനിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഒരു ആപ്പ് ഉപയോഗിച്ചും ഈ സൈക്കിളിന്റെ ഈസിയായി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഈ ബൈസൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നമ്പർ 4, AO ബൈസൈക്കിൾ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബൈസൈക്കിളാണിത്. ഒരു സ്കേറ്റിംഗ് ബോർഡ് ബൈസൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു ചെറിയ വീലും അതിന്റെ ബാക്കിൽ 2 ലെഗിൽ കണക്ട് ചെയ്ത് 2 സ്കേറ്റിംഗ് ബോർഡ്സും കൊടുത്തേക്കാൻ കാണാൻ പറ്റും. നമുക്കിതിൽ നമ്മുടെ 2 കാലുകളും ഉപയോഗിച്ച് സ്കേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ഉണ്ടാകും ഇതിലെ സ്കേറ്റിംഗ് എക്സ്പീരിയൻസ്. ഒരു സ്കേറ്റിംഗ് ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള വേൾഡിലെ ഫസ്റ്റ് ബൈസൈക്കിൾ കൂടെയാണിത്. ഒരു സ്കേറ്റിംഗ് ബോർഡ് മൂവ് ചെയ്യുന്ന പോലെ തന്നെ മൂവ് ചെയ്ത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് ബ്രേക്കിംഗ് ഒക്കെ ചെയ്ത് വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെൻഷനായിട്ടാണ് ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ കണ്ട 4 ബൈസൈക്കിൾ ഗാഡ്ജറ്റുകളിൽ ഏത് ഗാഡ്ജറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? കൂടാതെ നിങ്ങൾ കുട്ടിക്കാലത്ത് ഉപയോഗിക്കുന്ന സൈക്കിൾ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഗാഡ്ജറ്റുകൾക്കും ഇൻവെൻഷൻസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതുപുത്തൻ ഗാഡ്ജറ്റ് വീഡിയോകളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.